കുടിച്ചതൊന്നുമല്ല കള്ള്, ഇനി കുടിക്കാൻ പോകുന്നതാണ് കള്ള് എന്ന് നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്. ഏതാണ്ട് അതുപോലെയാണ് കാര്യങ്ങളുടെയൊക്കെ കിടപ്പ്. എന്ന് പറഞ്ഞാൽ വീണയെക്കുറിച്ച്, പിണറായി വിജയനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ 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 ചെറിയത് മാത്രം. അതിനേക്കാൾ വലിയ, നമ്മൾ അറിഞ്ഞതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് ഇപ്പൊ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പൊ ഏറ്റവും പുതിയ ഒരു വെളിപ്പെടുത്തൽ ഇ ഡി നടത്തിയത് വീണക്ക്, ഇതുവരെ നമ്മൾ വിചാരിച്ചത് വീണക്ക് എക്സാലോജി കമ്പനി എന്ന് പറയുന്ന ഒരു IT കമ്പനി, അമ്മയുടെ പെൻഷൻ കാശ് കൊണ്ട് തുടങ്ങിയ ഒരു IT കമ്പനി മാത്രമാണ് വീണക്കുണ്ടായിരുന്നത് എന്നാണല്ലോ നമ്മൾ ഇതുവരെ അറിഞ്ഞിരുന്നത്. അല്ല, ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറയുന്ന, എന്താണ് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു പാർട്ട്ണർഷിപ്പിലുള്ള ഒരു കമ്പനി, കോഴിക്കോട് ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്ത കമ്പനിയിൽ വീണ പാർട്ട്ണറാണ്. വീണയും വീണയുടെ ഒരു സുഹൃത്തും അവരുടെ ആ കമ്പനിയുടെ അക്കൗണ്ടിൽ HDFC ബാങ്കിൽ 15 ലക്ഷത്തിൽ കൂടുതൽ രൂപ, 15 ലക്ഷം പ്ലസ് രൂപ ED മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഈ വിവരം EDക്ക് കിട്ടിയത് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തുള്ള വീട്ടിൽ, അതായത് വീണ താമസിക്കുന്ന വീട്ടിൽ ED റെയ്ഡ് നടത്തിയിരുന്നല്ലോ. ആ റെയ്ഡിൽ ഒരുപാട് രേഖകളൊക്കെ കിട്ടിയിരുന്നു. അന്ന് MV ഗോവിന്ദൻ, പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനൊക്കെ പറഞ്ഞത് ഒരു രേഖയും കിട്ടില്ല എന്നൊക്കെയായിരുന്നു. പക്ഷേ EDക്ക് വളരെ നിർണായകമായ രേഖകൾ പലതും കിട്ടിയിരുന്നു. അതിൽപ്പെട്ട ഒരു രേഖയാണ് ലേക്കർ ഇന്ത്യ കോർപ്പറേഷനിൽ വീണക്ക് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അതിന്റെ അക്കൗണ്ടിൽ വീണയുടെ പേരിൽ 15-15.5 ലക്ഷത്തോളം രൂപ കിടപ്പുണ്ടായിരുന്നു. അത് ED ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഇതില് വീണയുടെ ഒരു പാർട്ട്ണറും കൂടി ഉണ്ട്. ഇത്രയുമാണ് വിശദാംശങ്ങൾ. ഇതിന്റെ ഇടയിൽ നമ്മൾ നേരത്തെ തന്നെ, ഞാൻ രാവിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതായത് കരിമണൽ കർത്ത EDക്ക് നൽകിയ പ്രാഥമിക മൊഴി, അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിലാണ് പിണറായി വിജയൻ ഒരു പത്രസമ്മേളനം നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ പിണറായിയോട് ചോദിച്ചു, അല്ല കരിമണൽ കർത്ത ഇങ്ങനെ ഒരു മൊഴി, അതായത് കരിമണൽ കർത്ത നൽകിയ മൊഴി എന്തായിരുന്നു? അതായത് പിണറായി വിജയനോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ടാണ് പിണറായി വിജയന്റെ മകൾ വീണക്ക് ഞാൻ മാസം തോറും 8 ലക്ഷം രൂപ മാസപ്പടിയായി കൊടുത്തത്, അതല്ലാതെ ഒരു സേവനവും നൽകിക്കൊണ്ടല്ല എന്ന് കരിമണൽ കർത്ത പണ്ട് മൊഴി നൽകിയിരുന്നു. അതൊന്നുമല്ല, EDക്ക് ഏറ്റവും അവസാനം 2024 ഏപ്രിൽ മാസം 17-ാം തീയതി നൽകിയ പ്രാഥമിക മൊഴിയിലുണ്ട് എന്നുള്ള കാര്യം പത്രലേഖകർ പിണറായി വിജയന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പിണറായി പുച്ഛത്തോടെ പറഞ്ഞു, ഇതുപോലെ മുമ്പും പലതും നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. എന്നിട്ട് പിണറായി പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ പി കെ ശ്രീമതിക്കെതിരെ നിങ്ങളൊരു ആരോപണം കൊണ്ടുവന്നല്ലോ. അതായത് PK ശ്രീമതി മറ്റേ ക്ഷേമ പെൻഷൻ PK ശ്രീമതി വാങ്ങുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത, ഒരു ചാനല് അങ്ങനെ ഒരു വാർത്ത കൊണ്ടുവന്നിരുന്നു. യഥാർത്ഥത്തിൽ PK ശ്രീമതി വാങ്ങുന്നുണ്ട്. പക്ഷെ ഈ PK ശ്രീമതി അല്ല, ആ PK ശ്രീമതി, മറ്റൊരു PK ശ്രീമതി വാങ്ങുന്നുണ്ട്. അത് ഈ PK ശ്രീമതി ആണെന്ന് ധരിച്ചതിന്റെ പേരിലാണ് ഒരു മാധ്യമം അങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഒരു തെറ്റിദ്ധാരണ മൂലം നടത്തിയ ഒരു വാർത്തയായിരുന്നു അത്. അതിന്റെ പേരിൽ അവർ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷെ അപ്പോൾ പിണറായി അതാണ് പറയുന്നത്, അതായത് PK ശ്രീമതിക്കെതിരെ ഒരു വ്യാജ വാർത്ത വന്നിരുന്നല്ലോ, അതേപോലെ നിങ്ങൾ ഈ പറയുന്നത് മുഴുവൻ വ്യാജ വാർത്തയാണെന്ന് പറയുന്നത്. അപ്പോഴാണ് പത്രലേഖകർ ചോദിച്ചത് ഇതിന് തെളിവുണ്ട് എന്ന് പറഞ്ഞാൽ പല ചാനലുകളും ഇപ്പോൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നു. ആ EDയുടെ കയ്യിലുള്ള രേഖയുണ്ടല്ലോ, അതായത് ഈ മൊഴിപ്പകർപ്പ്. നമ്മുടെ കരിമണൽ കർത്ത പറയുന്നു, പിണറായി വിജയനോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ടാണ് വീണക്ക് ഞാൻ മാസം തോറും വീണയുടെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷവും വീണയുടെ കമ്പനിയിലേക്ക് 3 ലക്ഷവും അങ്ങനെ മൊത്തം ആ പ്രത്യേക കാലയളവിൽ 2.78 കോടി രൂപ ഞാൻ കൊടുത്തത്, ഒരു സേവനവും നടത്തിയിട്ടില്ല എന്ന കർത്തായുടെ ആ മൊഴി പകർപ്പ് പുറത്തു വന്നിട്ട് പോലും പത്രലേഖകർ ചോദിക്കുകയാണ് പിണറായിയോട്, അല്ല ഇങ്ങനെ രേഖകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടോ പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്നല്ലേ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ കൊണ്ടുവന്നല്ലേ എന്നാണ് പിണറായി ഉളുപ്പില്ലാതെ ചോദിക്കുന്നത് ഈ മനുഷ്യന്. കാരണം ഈ നമ്മൾ സാധാരണ കേട്ടില്ലേ, ആകെ മുങ്ങിയാൽ കുളിരില്ല എന്ന് പറയാറില്ലേ, ആകെ മുങ്ങിയാൽ കുളിരില്ല. പിണറായി ആ അവസ്ഥയിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് പാർട്ടി കർശന നടപടി എടുക്കാൻ പോകുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. ഇങ്ങേ ഭാഗത്ത് ED വരിഞ്ഞു മുറുക്കാൻ വേണ്ടി പോകുന്നു. യഥാർത്ഥത്തിൽ EDക്കും ഈ പറയുന്ന പാർട്ടിക്കും ഇടയിൽപ്പെട്ടിട്ട് ആകെ ഒരു രക്ഷയുമില്ലാത്ത സ്ഥിതിയിലാണ്. എന്നിട്ടാണ് പറയുന്നത് നിങ്ങൾ കള്ളത്തരം പറയുകയാണ്.
മാധ്യമ സൃഷ്ടിയാണെന്ന് പറയുന്നത്. മാധ്യമ സൃഷ്ടിയാണത്ര. അതായത് ഇഡിയുടെ രേഖ അതിന്റെ പകർപ്പ് പുറത്തു വന്നപ്പോൾ പിണറായി ഉളുപ്പില്ലാതെ പറയാണ് അത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. പിന്നെ ഇയാളുടെ എന്താ പറയേണ്ടത്? അപ്പൊ വളരെ കൃത്യമായ പദ്ധതികളോടെയാണ് മുന്നോട്ട് നീങ്ങുന്നത്. നമുക്കറിയാലോ പഴയ പോലെയല്ല. കാരണം ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ചതിന് ശേഷം വളരെ കൃത്യതയോടെ എന്ന് പറഞ്ഞാൽ വീണയെ പൂട്ടിയിട്ടേ ഇനി ബാക്കിയുള്ളൂ, അല്ലെങ്കിൽ പിണറായി വിജയനെ പൂട്ടിയിട്ടേ ബാക്കിയുള്ളൂ എന്നുള്ള രീതിയിലാണ് ഡിയുടെ ഓരോ സ്റ്റെപ്പും. അപ്പം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഈ കർത്തയുടെ മൊഴിയല്ല കേട്ടോ. കർത്തായുടെ മൊഴി നമുക്ക് നേരത്തെ അറിയുന്നതാണ്. കാരണം ഇപ്പൊ 2024 അത്തരത്തിൽപ്പെട്ട ഒരു മൊഴി കൂടി കിട്ടി എന്നുള്ളതാണ് ഒരു കാര്യം. നേരത്തെ തന്നെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ രേഖയിലൊക്കെ അവരുടെ റിപ്പോർട്ടിലൊക്കെ വളരെ കൃത്യമായി ഇത് ഒരു സേവനവും നൽകാതെയാണ് എന്നുള്ളത് ഓൾറെഡി നമ്മളൊക്കെ എന്താ പറയാ, നമുക്ക് അതിന്റെ തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. കർത്തായുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ നേരത്തെ തന്നെ ആദായനികുതി വകുപ്പിനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഇപ്പൊ ഒന്നുകൂടി അതൊന്ന് അരക്കിട്ട് ഉറപ്പിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. എക്സാലോജിക് അല്ലാതെ ഇങ്ങനെ ഒരു കമ്പനി കൂടി, പുതിയ ഒരു കമ്പനി കൂടി. അപ്പം ഇനി എത്ര കമ്പനികളുടെ പാർട്ണർഷിപ്പ് ഉണ്ട് അറിയില്ല നമുക്ക്. കാരണം അറിഞ്ഞോടത്തോളം ഇവിടെ ശക്തിധരന്റെ ഒരു കുറിപ്പ് നേരത്തെ വന്നിരുന്നത് അതിൽ പറയുന്നത് പിണറായിയുടെ 10 വർഷക്കാലത്തെ പിണറായിയുടെ ഭരണം എന്ന് പറഞ്ഞാൽ എവിടെ എന്ത് സംരംഭം തുടങ്ങിയാലും മറ്റേ CM രവീന്ദ്രൻ ഉണ്ടല്ലോ, ഇയാളുടെ ഒരു ശിങ്കിടി CM രവീന്ദ്രൻ. ആ CM രവീന്ദ്രനായിരുന്ന ഒരു പാലം, ആ പാലത്തിലൂടെ സംസ്ഥാനത്ത് എന്ത് സംരംഭം തുടങ്ങിയാലും അതിന്റെ ഷെയർ പിണറായി വിജയനും പിണറായി വിജയന്റെ ഭാര്യയ്ക്കും പിണറായി വിജയന്റെ മകൾക്കും പിണറായി വിജയന്റെ മകനും എത്തിയിരുന്നു എന്നുള്ളതാണ് ശക്തിധരൻ ചൂണ്ടിക്കാട്ടുന്നത് കേട്ടോ. ശക്തിധരൻ അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറയില്ല. ശക്തിധരൻ വളരെ കൃത്യമായി ഇന്ന് ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ആ കാര്യങ്ങൾ പറയുന്നത്. പിണറായിക്കും കിട്ടിയിട്ടുണ്ട്, മകൾക്കും കിട്ടിയിട്ടുണ്ട്, മകനും കിട്ടിയിട്ടുണ്ട്, ഭാര്യയ്ക്കും കിട്ടിയിട്ടുണ്ട്, എല്ലാറ്റിന്റെയും വിഹിതം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അറിഞ്ഞത് ഈ കരിമണൽ കർത്തായുടെ CMRL കമ്പനിയുടെ കാര്യം മാത്രമാണ്. അപ്പോൾ അതല്ലാതെ നിരവധി കമ്പനികളിൽ നിന്ന് ഇത്തരത്തിൽപ്പെട്ട മാസപ്പടികൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പൊ ഏതായാലും ഈ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനി, ആ കമ്പനിയിൽ മറ്റ് പാർട്ട്ണർ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് രേഖകൾ പുറത്തു വന്നിട്ടില്ല. ഇനി അടുത്ത ദിവസം തന്നെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത മണിക്കൂറിൽ തന്നെ ചിലപ്പോൾ വീണയെ കൂടാതെ പിന്നെ ആരാണ് അതിന്റെ പാർട്ട്ണർ, അതും ഇതേപോലെ ഒരു കറക്ക് കമ്പനിയാണോ, ആ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വേറെ എത്രമാത്രം ഇത്തരത്തിലുള്ള മാസപ്പടികൾ വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ്. അത് തീർച്ചയായും ആ അന്വേഷണമൊക്കെ നടത്തുന്നുണ്ടാവണം. നടത്തിയ എല്ലാ അന്വേഷണങ്ങളുടെയും കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവില്ല. ഇടക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ നമുക്ക് ചോർന്ന് കിട്ടുന്നതാണ്. അപ്പൊ അത്തരത്തിൽപ്പെട്ട ഇന്നത്തെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വാർത്ത ഇത് തന്നെയാണ്. അപ്പം പിണറായി എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞാലും പിണറായി ഇതൊന്നും സമ്മതിക്കുന്നില്ല. അതാണ് പിണറായിയുടെ മുഖത്ത് ഒരു കൂസലില്ലാന്നേ. പഠിച്ച കള്ളനെ പോലെയാണ് പിണറായി പറയുന്നത്. അത് വളരെ നിസ്സാരമായിട്ട് നിങ്ങൾ നോക്ക്, നിങ്ങൾ കൊണ്ടുവരുന്നൊക്കെയാ പറയുന്നത്. നിങ്ങൾ കൊണ്ടുവര്, കുറെ കാലമായില്ലേ നിങ്ങൾ ശ്രമിക്കുന്നത്, എന്നിട്ട് എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ പിണറായി ആലോചിക്കേണ്ടത് ഇന്നലെ വരെ നിങ്ങൾക്ക് BJPയുടെ പിന്തുണയുണ്ടായിരുന്നു, BJPയുടെ സഹായം ഉണ്ടായിരുന്നു. ഇനി അതില്ല. പിണറായിക്ക് ഇപ്പോഴും ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു ബോധവും ഇല്ലാതെ ഇയാളുടെ വിചാരം ഇയാൾ ഇപ്പോഴും പഴയ രാജാവാണെന്നാണ്. ആ രീതിയിലാണ് മൂപ്പരുടെ സംസാരവും കാര്യങ്ങളൊക്കെ. ഇയാളുടെ അങ്ങേയറ്റം ഇങ്ങനെ മുങ്ങി മൂക്കറ്റം മുങ്ങി കിടക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം ഇയാൾ തിരിച്ചറിയുന്നില്ല. സാധാരണ നമ്മള് നാട്ടുഭാഷയിൽ വേറെ കാര്യം പറയാനുണ്ട്, എന്താ പറയാ, മൂക്കും കഴിഞ്ഞ് വെള്ളം മേലെ പൊന്തിയാൽ തലക്കും മേലെ വെള്ളം പൊന്തിയാൽ പിന്നെ തോണി എന്നാ പറയാ. അപ്പോൾ പിണറായി അങ്ങനെ വളരെ വിദഗ്ധനായ ഇത്തരം കാര്യങ്ങളിലൊക്കെ വിദഗ്ധനായ പിണറായി ഒരു തോണി, തലക്ക് മുകളിൽ വെള്ളം വന്നാൽ ഞാൻ വേറൊരു തോണി ഉണ്ടാവും, ആ തോണി കയറിയാണ് ഞാൻ പോകുന്നൊക്കെയാണ് പിണറായിയുടെ വിചാരം. പക്ഷേ ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം കാര്യങ്ങളൊന്നും പഴയ പോലെയല്ല. ഞാനതാ പറയുന്നത്, ഇതുവരെ കുടിച്ചതൊന്നുമല്ല കള്ള്, ഇനി കുടിക്കാൻ പോകുന്നതാണ് കള്ള്. കാരണം അത്തരത്തിൽപ്പെട്ട വാർത്തകൾ തന്നെയാണ് വരുന്നത്. കൂടുതൽ വിശദമായ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.